പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം. സന്ദേശ് ഖാലിയിൽ ഗ്രാമത്തിലേക്ക് കടക്കാനെത്തിയ ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി അടക്കം പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, എപ്പോഴായിരുന്നു ഈ ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അതിക്രമിച്ചത്? ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ സന്ദേശ് ഖാലി എന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ കർഷകരും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ഹരിജനങ്ങൾ വസിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘങ്ങൾ കയറി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അക്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. അക്രമങ്ങൾ ഏകപക്ഷീയമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത് വംശീയ കലാപത്തിലേക്ക് അല്ലെങ്കിൽ വംശീയ ഹത്യയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളായിരുന്നു അവിടെ നോർത്ത് പർഗാനസിലെ സന്ദേശ് ഖാലിയിൽ ഉണ്ടായിരുന്നത്. അവിടേക്ക് ഈ സ്ത്രീകളെ കാണുവാനും അല്ലെങ്കിൽ അവരോട് അവരുടെ പ്രശ്നങ്ങൾ ആരായും ശ്രമിക്കുന്ന ബി.ജെ.പി. പ്രവർത്തകരെ നിരന്തരം തടയുന്ന സമീപനമാണ് തൃണമൂൽ കോൺഗ്രസും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ പോലും പ്രദേശത്ത് അക്രമമുണ്ടായി. ഇന്നിപ്പോൾ സുവേന്ദു അധികാരി, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് ഈ സ്ഥലത്തേക്ക് എത്തുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോലീസ് അതിക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ രൂക്ഷമായ മർദ്ദനമുറകൾ പോലീസ് സ്വീകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ്. ഒരു തരത്തിലും തന്നെ തടയാൻ കഴിയില്ല. ഏത് വിധേനയും താൻ ഉള്ളിലേക്ക് കടന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ അക്രമങ്ങൾ നേരിട്ട സ്ത്രീകളുമായി തനിക്ക് സംസാരിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഈ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. ആതിര.